ഇപ്പോൾ തിരുവനന്തപുരത്തെ താരം ശ്രീലേഖയാണ്. മുൻ IPS ശ്രീലേഖ ഇപ്പോൾ ഒരു വാർഡ് കൗൺസിലറാണ്. ശാസ്തമംഗലം വാർഡിലെ കൗൺസിലറാണ് ശ്രീലേഖ. ശ്രീലേഖ BJPയിലേക്ക് എത്തിയപ്പോൾ BJPയിലെ വലിയ നേതാക്കൾ, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് അവരെ മേയറാക്കാം എന്നായിരുന്നു. പക്ഷേ അവരെ മേയറാക്കിയില്ല BJP. പകരം VV രാജേഷിനെ മേയറാക്കി. VV രാജേഷിനെ മേയറാക്കിയത് തൊട്ട് ശ്രീലേഖയ്ക്ക് കലിപ്പ് തുടങ്ങി. ശ്രീലേഖ കട്ട കലിപ്പിലാണ് BJPയുമായി പിന്നീട് പോയത്. അതിനുശേഷം BJP അവർക്കൊരു വാക്ക് കൊടുത്തു. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിക്കാം. ദയനീയമായി 3-ാം സ്ഥാനത്തെത്തി ശ്രീലേഖ പിന്നീട് പല വിധത്തിലുള്ള വിവാദ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടു. കേരളത്തിലെ ആദ്യത്തെ IPSകാരിയാണ് ശ്രീലേഖ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മാന്യത കേരള സമൂഹം കൊടുത്തിരുന്നു. പിന്നീട് അവർ കാണിച്ചതെല്ലാം ഒരുതരം ഗിമിക്കുകളാണ് എന്ന് തുറന്നു പറയാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് ഒരു മടിയുമില്ല. ശ്രീലേഖ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന് നിന്നപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ, അവരുടെ അഭിമുഖം സംപ്രേഷണം ചെയ്ത ചാനൽ കൂടിയാണ് പൊളിറ്റിക്സ് കേരള. അവരോട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ അവർ പിന്നീട് കാണിക്കുന്ന തോന്നിവാസങ്ങൾ കാണുമ്പോൾ കഷ്ടം എന്ന് പറയാനേ പറ്റും. ഇപ്പോൾ സിനിമയിലാണ് ശ്രീലേഖയ്ക്ക് കമ്പം. ഷെയ്ൻ നിഗത്തിനെയാണ് ശ്രീലേഖ ലാക്കാക്കുന്നത്. ഷെയ്ൻ നിഗം അത്യാവശ്യം നന്നായി അഭിനയിക്കുന്ന നടനാണ്. അതിലുപരി എൻ്റെ സുഹൃത്തായ അബിയുടെ മകനും കൂടിയാണ് അദ്ദേഹം. അബി അകാലത്തിൽ ബ്ലഡ് ക്യാൻസർ ബാധിച്ച് അന്തരിച്ചു. ഷെയ്ൻ നിഗം സിനിമയിലെത്തി. സിനിമാ ലോകം ഷെയ്ൻ നിഗത്തിന് എല്ലാ പിന്തുണയും നൽകി. ഇപ്പോൾ ഷെയ്ൻ നിഗത്തെ ശ്രീലേഖ ലാക്കാക്കുന്നത് മതത്തിൻ്റെ പേരിലാണോ എന്ന് അറിയില്ല. എന്തായാലും ശ്രീലേഖയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. സസ്നേഹം ശ്രീലേഖ എന്നാണ് അതിൻ്റെ പേര്. അതിൽ താൻ പറഞ്ഞ ഒരു കഥ, താൻ പറഞ്ഞ ഭൂതഭവനം എന്ന ഒരു സ്റ്റോറി, ഒരു വീഡിയോ, അത് ഭൂതകാലം എന്ന പേരിൽ ഷെയ്ൻ നിഗത്തെ നായകനാക്കി 2022 പുറത്തിറക്കി എന്നുള്ളതാണ് ശ്രീലേഖയുടെ ആരോപണം. കരിങ്കൊടി പോലീസ് എന്ന കഥ ദൃഢം എന്ന പേരിൽ 2026 പുറത്തിറക്കി എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. ഈ 2 സിനിമകളിലും ഷെയ്ൻ നിഗം പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിച്ചത്. അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം പ്രതിസന്ധികളോട് നേരിട്ട് വിജയം നേടുന്ന ഒരു കഥാപാത്രമാണ്. എന്തായാലും അദ്ദേഹം തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, ദൃഢം എന്ന സിനിമയ്ക്ക് തനിക്ക് പ്രചോദനമായത്, അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനും സംവിധായകനുമൊക്കെ പ്രചോദനമായത് മുഹമ്മദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സ്വഭാവ രീതികളാണ്. അതുകൊണ്ടാണ് ദൃഢം എന്ന പോലീസ് സ്റ്റോറി വിജയിച്ചതെന്നും അദ്ദേഹം പറയും. അദ്ദേഹം ശ്രീലേഖയ്ക്കെതിരെ ഡയറക്റ്റായി വന്നിട്ടില്ല. പക്ഷേ ശ്രീലേഖ വടി കൊടുത്ത് അടി മേടിക്കുകയാണ്. ശ്രീലേഖ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ ചെറുതല്ല. കൗൺസിലറായപ്പോൾ
അന്ന് MLA ആയിരുന്ന പ്രശാന്തിൻ്റെ ഓഫീസ് കയ്യേറാൻ ശ്രീലേഖ ശ്രമിച്ചു. അതിൽ BJPക്കാർ ശ്രീലേഖയെ സപ്പോർട്ട് ചെയ്തില്ല. BJP അവഗണിക്കുന്നു എന്ന തോന്നൽ ഉണ്ടായപ്പോൾ അവർ പലതരത്തിലുള്ള ഗിമിക്കുകൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വാഴോട്ടുകുണം കൗൺസിലർ R. സുഗതനെ ന്യായീകരിച്ചുകൊണ്ട് ശ്രീലേഖ രംഗത്തെത്തിയതും വിവാദമായി. ഒരു മുൻകാല പോലീസ് ഉദ്യോഗസ്ഥയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട മാന്യതയൊന്നും ശ്രീലേഖ സമൂഹത്തിന് നൽകുന്നില്ല. ശ്രീലേഖ തൻ്റെ യൂട്യൂബിൽ വന്ന അനുഭവമാണ് സിനിമയാക്കിയതെങ്കിൽ നിയമ നടപടികൾ അവർക്ക് സ്വീകരിക്കാം. അങ്ങനെ നിയമ നടപടികൾ സ്വീകരിക്കാതെ സൈനികത്തെ ഒരു ജാതിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളൂ.